ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഈ ഒരു AI കാലഘട്ടത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ല് ആവശ്യമുണ്ടോ? തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നോക്കാം. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റോ സർവീസ് എന്തുമാകട്ടെ അതിൻ്റെ ഒരു ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടാക്കുക, അതുവഴി ആ കമ്പനിയുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. പക്ഷേ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ, ആ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വെബ്സൈറ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഉണ്ടാക്കിയതാണ്. ആ വെബ്സൈറ്റ് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തൊക്കെ എത്തിയത് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ അതിനെ റാങ്ക് ചെയ്തതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ, അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മൾ കാണുന്ന ആഡുകൾ നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഏതൊരു ഡിജിറ്റൽ മാർക്കറ്റർ കൊടുത്തതാണ്. അതുപോലെ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ബ്രാൻഡിങ്, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പരന്നു കിടക്കുന്ന ഒരു മേഖലയാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ AI ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നും ചെക്ക് ചെയ്യാം. AI എല്ലാ ജോലികളെയും റിപ്ലേസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? അല്ലെങ്കിൽ നാളെ ഭാവിയിൽ AI ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലികളെയും റിപ്ലേസ് ചെയ്യൂ എന്നുള്ള ചോദ്യമാണ് കുട്ടികളുടെ മുന്നിലേക്ക് കടന്നു വരിക. നോക്കൂ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ചെയ്യാതെ കമ്പനികൾക്കോ സർവീസിനോ പ്രൊഡക്റ്റിനോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്ന് മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റലൈസ്ഡ് ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. പക്ഷേ AIയുടെ കടന്നുവരവോടുകൂടെ AI ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതായത് AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, വളരെ എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ടും AI ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പഠിപ്പിക്കുന്നത്. ജനറലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് വരുന്ന സംശയമാണ്, ഇതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? ആർക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുക? ആദ്യമായി ഞാൻ പറയട്ടെ, ഇതൊരു സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സാണ്. ഒരു സ്കില്ല് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ +2 എങ്കിലും ഉള്ള കുട്ടികൾക്കായിരിക്കും. കാരണം ഒരു +2 വരെയെങ്കിലും പഠിച്ച കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജും അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ഉള്ള ഒരു ഡിജിറ്റൽ സ്കില്ലും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആർക്ക് വേണമെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാമെങ്കിലും ഒരു +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും PG കഴിഞ്ഞവർക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഒക്കെ ഒരുപോലെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് AI ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസുകൾ. ജനറലി കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു സംശയം, സർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ കോഡിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബേസിക് നോളേജ് വേണം എന്നുള്ളതാണ്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഡിങ്ങും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി കോഡിങ്ങിൻ്റെ ആവശ്യമില്ല. കോഡിംഗ് അല്ല നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. പകരം നമ്മൾ പല CMS പ്ലാറ്റ്ഫോമുകൾ, വേർഡ്പ്രസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നമ്മൾ വെബ്സൈറ്റുകളും മറ്റു കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 0 കോഡിംഗ് കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കോഡിംഗ് ഒന്നും അറിയാതെ തന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും. രണ്ടാമത് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സാർ ഇംഗ്ലീഷ് നോളേജ് ഇതിൽ ആവശ്യമാണോ എന്നുള്ളതാണ്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ അഗാധമായ പാണ്ഡിത്യം വേണമെന്നൊന്നുമില്ല. ബേസിക്കായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയുന്ന ആളുകൾ, ഒരു +2 വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികൾക്ക് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയും. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഉറപ്പായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. പക്ഷേ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും. അല്ലെങ്കിൽ ഏത് അക്കാഡമി ചൂസ് ചെയ്യണം, എത്ര മാസത്തെ കോഴ്സ് ചൂസ് ചെയ്യണം, എങ്ങനെ ഇത് ചൂസ് ചെയ്യണം. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് ഓൺലൈനേക്കാൾ കൂടുതൽ നല്ലത് ഓഫ്ലൈൻ ക്ലാസ്സസ് തന്നെയാണ്. അതും ഓഫ്ലൈൻ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ഒരു ലൈവ് പ്രൊജക്റ്റുകളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ആണെങ്കിൽ, അതായത് ആ അക്കാഡമിക്ക് ഒരു ഏജൻസി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വളരെ വൃത്തിയായി നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കാഡമി ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അവർക്ക് ഓൾറെഡി ഏജൻസി വർക്കുകൾ ഉണ്ടാവും, അവർക്ക് ഒരുപാട് ക്ലയൻറ്റ്സ് ഉണ്ടാവും. അതിലൊരു ക്ലയൻറ്റിൻ്റെ വർക്കിലൂടെ നമ്മളെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് അതെങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാകും. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു തിയറട്ടിക്കൽ കോഴ്സ് അല്ല, കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ നോളേജാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഒരു ആഡ് റൺ ചെയ്യുന്നതിൻ്റെ, കഥ കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ആഡ് റണ്ണ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ കുറേ തിയറി പറയലല്ല, അതിനേക്കാൾ ഉപരി അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമ്മൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ നന്നായി പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഓൺലൈൻ ആണെങ്കിൽ പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സസ് ആണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനേഴ്സുമായിട്ട്
സംവദിക്കാനും അതിനുള്ള ഉത്തരം കണ്ടെത്താനുമുള്ള അവസരമുണ്ടാവും. കുറേ പ്രീ റെക്കോർഡഡ് ക്ലാസ് ഇങ്ങനെ കുറേ വാരി വലിച്ചിട്ടിട്ട് അത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമാണ്, ഞാനിത് പഠിക്കും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാൻ ഓൺലൈനോ ഓഫ്ലൈനോ ലൈവോ ഒന്നും വേണമെന്നില്ല. കാരണം നമ്മൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷെ അതിന് അത്രയും അഗാധമായിട്ടുള്ള ഒരു ത്വര നമ്മളുടെ ഉള്ളിൽ വേണം. അതല്ലെങ്കിൽ ജനറലി പ്രിഫർ ചെയ്യുന്നത് ഞാനൊരു നല്ലൊരു ഓഫ്ലൈൻ അക്കാഡമി ചൂസ് ചെയ്യാനാണ് പറയാം. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട്, ഓഫ്ലൈൻ അക്കാഡമീസ് ഉണ്ട്. പിന്നെ നമ്മളിതിൽ എത്രത്തോളം പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ ഒരുപാട് നീഷേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു നല്ല വെബ് ഡിസൈനർ ആവാം, ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരു SEO സ്പെഷ്യലിസ്റ്റ് ആവാം, നിങ്ങൾക്ക് നല്ലൊരു GMB എക്സ്പേർട്ട് ആവാം, നിങ്ങൾക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ എക്സ്പേർട്ട് ആവാം, അപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റർ ആവാം. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് തസ്തികകൾ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് 2-3 മാസം പഠിക്കുമ്പോഴേക്കും നമ്മൾ ഇതിൽ ഏത് മേഖലയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു സാലറി ഉള്ള ഒരു ജോബിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പിന്നുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കമ്പനിയിൽ പോയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ വർക്കിനെ നമുക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഫ്രീലാൻസ് വർക്കുകൾ ഒരുപാട് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബ്രാൻഡിങ് ചെയ്യാനോ അത് അഡ്വർട്ടൈസ് ചെയ്യാനോ അത് മാർക്കറ്റിംഗ് ചെയ്യാനോ മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ല് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ കമ്പനിയെ നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.